പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണിലെ 12ാം മത്സരത്തിനായി ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തിരിച്ചടിയാണ് ഇന്ന് സംഭവിച്ചത്. ഒരു പരാജയമാണ് വീണ്ടും ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് 2-3 ഗോളിനാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഒന്നാം സ്ഥാനക്കാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ഏകദേശമൊക്കെ പിടിച്ചു കെട്ടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. കൂടാതെ അവർക്കെതിരെ ബ്ലാസ്റ്റേഴ്സിനെ ലീഡ് എടുക്കാനും സാധിച്ചു എന്നതും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവായി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പരാജയം തന്നെയാണ്. അത് ടീമിനെ മോശമായി ബാധിക്കുകയും ചെയ്യും. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ആകെ 12 മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ 7 മത്സരങ്ങളും പരാജയപ്പെട്ടു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് സാധ്യതകളുണ്ടോ? ഏകദേശം പകുതിയോളം മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ISL കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം പകുതി മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകളുണ്ടോ എന്നതാണ് ആരാധകർ ഇനി ചോദിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പുറത്തായോ എന്നതും ആരാധകർ ഇപ്പോൾ അറിയാൻ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് പുറത്തായോ എന്നുള്ള ചോദ്യത്തിന് ബ്ലാസ്റ്റേഴ്സ് പുറത്തൊന്നുമായിട്ടില്ല. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ള വഴി അത് ഒറ്റൊരു വഴി മാത്രമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കുക. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ISLൻ്റെ പോയിന്റ് ടേബിൾ ടൈറ്റ് ആകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാലും എല്ലാ ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചാൽ മാത്രമേ ആദ്യ 6 സ്ഥാനങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള മത്സരങ്ങളിൽ എല്ലാം വിജയിക്കാൻ സാധിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ഈസിയായി തന്നെ 6ാം സ്ഥാനത്തെങ്കിലും ഫിനിഷ് ചെയ്തുകൊണ്ട് പ്ലേ ഓഫിലേക്ക് മുന്നേറാം. കഴിഞ്ഞ 3 സീസണുകളിലും ഇവാൻ മുക്കുമനോവിച്ചിൻ്റെ കീഴിൽ കളിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് മുന്നേറിയിരുന്നു. എന്നാൽ ഈ സീസണിൽ അത് തകർന്ന് തരിപ്പണമാകുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും ഇതേ അവസ്ഥയിലാണ് അടുത്ത പകുതി മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ അസ്തമിച്ചു, ബ്ലാസ്റ്റേഴ്സ് പുറത്തായി എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ പറയാം. എന്നാൽ ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഈസിയായി തന്നെ പ്ലേ ഓഫിലേക്ക് കയറാനായിട്ട് സാധിക്കും. ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച റിസൾട്ടുകൾ തന്നെ ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ വകയുള്ളൂ.